യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ നിലനിൽക്കെ തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ അമേരിക്ക ഔദ്യോഗികമായി അംഗീകരിച്ചത് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നു. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരാമെന്ന അമേരിക്കയുടെ അനുമതി ഇന്ത്യയുടെ വിദേശ നയത്തിലുള്ള സ്വയംഭരണാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണോ എന്ന ആംഗിളിലാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഏത് രാജ്യത്ത് നിന്ന് എണ്ണ വാങ്ങണം എന്നത് സ്വന്തം തീരുമാനമാണെന്നിരിക്കെ അതിന് മറ്റൊരു രാജ്യം അനുമതി നൽകുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. എന്നാൽ അമേരിക്കയുടെ ഈ പ്രസ്താവന ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണെന്നും പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം ജനതയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതിന്റെ തെളിവാണിതെന്നും മറ്റൊരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. റഷ്യൻ എണ്ണയ്ക്ക് ഏർപ്പെടുത്തിയ വില നിയന്ത്രണം പാലിക്കുന്നിടത്തോളം ഇന്ത്യക്കെതിരെ ഉപരോധം ഉണ്ടാവില്ലെന്നാണ് അമേരിക്കൻ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കിയത്. ഭാരതത്തിന്റെ വിദേശനയം ഒരു രാജ്യത്തിന്റെയും ആജ്ഞാനുസരണമല്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേരത്തെ തന്നെ ആഗോള വേദികളിൽ പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കയുടെ ഈ പുതിയ നിലപാട് ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിച്ചതിന്റെ അടയാളമായാണ് വിലയിരുത്തപ്പെടുന്നത്. എങ്കിലും ഇത്തരം അനുമതികൾ ആത്യന്തികമായി ഇന്ത്യയുടെ സ്വതന്ത്ര തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ പാശ്ചാത്യ ശക്തികൾ നടത്തുന്ന ശ്രമമാണെന്ന വിമർശനവും ശക്തമാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് അമേരിക്കയുടെ 30 ദിവസത്തെ താൽക്കാലിക അനുമതി ലഭിച്ചതിന് പിന്നാലെ രാജ്യത്തെ രാഷ്ട്രീയ വിവാദം പുകയുന്നു. നിലവിൽ പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ-ഇറാൻ യുദ്ധം രൂക്ഷമായ സാഹചര്യത്തിൽ ആഗോള എണ്ണ വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനാണ് അമേരിക്കയുടെ ഈ നീക്കം. കടലിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ എണ്ണക്കപ്പലുകൾക്ക് ഇന്ത്യയിലേക്ക് വരാൻ ഏപ്രിൽ 4 വരെയാണ് അമേരിക്കൻ ട്രഷറി വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നത്. എന്നാൽ എണ്ണ വാങ്ങാൻ മറ്റൊരു രാജ്യം അനുമതി നൽകുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തിന് വിരുദ്ധമാണെന്ന വാദവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയുടെ ബ്ലാക്ക് മെയിലിംഗിന് വഴങ്ങുകയാണെന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ വിദേശ നയം അപകടത്തിലാണെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇന്ത്യ ആരിൽ നിന്ന് എണ്ണ വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത് അമേരിക്കയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇന്ത്യയുടെ തീരുമാനങ്ങൾ എപ്പോഴും ദേശീയ താൽപര്യം മുൻനിർത്തിയാണെന്നും അതിൽ വിട്ടുവീഴ്ചയില്ലെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ലഭ്യമായ കുറഞ്ഞ വിലയും സുരക്ഷയുമാണ് എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യ നോക്കുന്നത്. അമേരിക്കയുടെ താൽക്കാലിക അനുമതി ഒരു നയതന്ത്ര വിജയമായാണ് സർക്കാർ അനുകൂലികൾ കാണുന്നത്. എന്നാൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് അധികാരം നൽകുന്നത് പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന വിമർശനം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ശക്തമായി തുടരുന്നു.